ഹലോ മക്കളെ, നീറ്റ് 2026 വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ബയോളജി അത്ര ഈസിയാണ്. ഒന്നുകൂടെ ചിന്തിച്ചു നോക്കി, നീറ്റ് എക്സാമിലെ ഒരു സൈലന്റ് വില്ലനാണ് ബയോളജി. അപ്പോൾ ഈ വീഡിയോയിലാണെങ്കിൽ നമ്മൾ ബയോളജിയുമായി ബന്ധപ്പെട്ട ചില ട്രൂത്തുകളും ബയോളജിയിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ട്രാപ്പുകളും അതുപോലെ ബയോളജി പഠിക്കാനുള്ള ചില ഈസി ട്രിക്കുകളുമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു തെറ്റായ ധാരണ, എല്ലാവരുടെയും മനസ്സിലൊരു തെറ്റായ ധാരണ എന്തെന്നാൽ ബയോളജി ഒരു ഈസി സബ്ജക്റ്റാണ്. വളരെ പെട്ടെന്ന് ഒരു തവണ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കൺസെപ്റ്റുകൾ മാത്രമേ ബയോളജിയിലുള്ളൂ എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ മക്കളെ, നിങ്ങൾ തിരിച്ചറിയണം, ബയോളജിയിൽ ഏതാണ്ട് 2500 പരം ടേമുകളുണ്ട്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നിങ്ങൾ ബോട്ടണി, സുവോളജി രണ്ട് വിഷയങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 2500-ലധികം ടേമുകൾ ബയോളജിയിലുണ്ട്. അതിനോട് ഏകദേശം അടുത്ത നമ്പറുള്ള 100-200-ലധികം ഡയഗ്രംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള ഫ്ലോ ചാർട്ടുകൾ നമുക്ക് ബയോളജിയിൽ പഠിക്കാനുണ്ട്. അപ്പം ഇതൊന്നും നമ്മൾ മനസ്സിലാക്കത്തില്ല. നമ്മുടെ വിചാരം ഈ ഒരു 32 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു തവണ വായിക്കുമ്പോൾ തന്നെ നമുക്ക് നീറ്റിന് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും, അല്ലെങ്കിൽ ഒരു തവണ മാസ്റ്റർ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റായി. ഇങ്ങനെ ഒരു ഇല്യൂഷൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ബയോളജി ഈസിയാണ്. നമ്മൾ ഹൈസ്കൂൾ തലം മുതൽ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കയറി പറ്റുന്ന ഒരു ഇല്യൂഷനാണിത്. ബാക്കി സബ്ജക്റ്റുകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബയോളജി ഭയങ്കര ഈസിയാണ്. പക്ഷെ ഈ ഒരു ഇല്യൂഷൻ ഓഫ് ഈസിനെസ്, നമ്മൾ ഈസി ആണ് എന്ന് കരുതുന്ന ഈ കാര്യം നമ്മളെ അണ്ടർ പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുപോകും. അതായത് ബയോളജി അധികം ഒന്നും പ്രിപ്പയർ ചെയ്തില്ലെങ്കിലും നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് കൂടുതൽ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഫിസിക്സിനും കെമിസ്ട്രിക്കും വേണ്ടിയിട്ടാണ്. നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്രം പഠിച്ചാലും നമുക്ക് നല്ല മാർക്ക് കിട്ടും. ഇത് നമ്മുടെ മനസ്സിലെ വെറും ഒരു ഇല്യൂഷൻ മാത്രമാണ്. നമുക്ക് ബയോളജിയിൽ ഏറ്റവും കൂടുതൽ, ബയോളജി നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചില്ല എന്നുണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ സ്കോർ നമുക്ക് താഴേക്ക് പോകുന്നത്. സാറിന് 100% നിങ്ങളോട് പറയാൻ പറ്റും. കാര്യം പലപ്പോഴും നമ്മുടെ ഈ ഒരു ഓവർ കോൺഫിഡൻസ് കാരണം, മനസ്സിൽ നമ്മുടെ ഓക്കെയാണ്, എനിക്ക് ബയോളജി എല്ലാം സെറ്റാണ്, ഒരു തവണ വായിക്കുമ്പോൾ ഞാൻ സെറ്റാണ്, ഇങ്ങനെ കരുതുന്ന ഈ ഒരു ഓവർ കോൺഫിഡൻസ് കാരണം നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ റിവിഷൻസ് സ്കിപ്പ് ചെയ്യും. നിങ്ങൾ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും റിവിഷൻസ് ഏത് പ്ലാറ്റ്ഫോമിലായാലും കൃത്യമായിട്ട് ഫോളോ ചെയ്യും. പക്ഷേ ബയോളജി പലപ്പോഴും നിങ്ങൾ സ്കിപ്പ് ചെയ്യും. ബയോളജിയിലെ ലൈവ് സെഷൻസ് പലപ്പോഴും നിങ്ങൾ സ്കിപ്പ് ചെയ്യും. എന്താ കാരണം? നമ്മുടെ മനസ്സിലുള്ള ഈ ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. ബയോളജി സെറ്റാണ്. 2-3 പ്രാവശ്യം NCERT വായിക്കുന്ന സമയത്ത് ബയോളജി സെറ്റാണെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ. മാക്സിമം ബയോളജി എത്ര പ്രാവശ്യം വായിക്കണം എന്നുള്ളതിന് ഒരു നമ്പർ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും, സാർ 3 പ്രാവശ്യം വായിക്കണം. സാറും പലപ്പോഴും ഈ പറയുന്ന മാസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ 3 പ്രാവശ്യമാണ് ബയോളജി വായിക്കേണ്ടത്. വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജോലി തീർന്നു, ബയോളജി എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ അങ്ങനെയല്ല മക്കളെ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ചാപ്റ്ററുകളായിട്ടുള്ള ഇപ്പം നിങ്ങൾ മനസ്സിൽ കണ്ടുപോകാം. ഇപ്പം അനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, അല്ലെങ്കിൽ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്ന യൂണിറ്റ്. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് ധാരാളം കണ്ടന്റുകൾ നിങ്ങൾ പഠിക്കാനുണ്ട്. ഈ കണ്ടന്റുകളെക്കാൾ ഉപരി ഒരുപാട് ടേമുകൾ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ടേമുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പ്ലാന്റ് കിങ്ഡം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് പ്രോതാലസ്, പ്രോട്ടോണിമ, 2 ടേമുകളുണ്ട്. 2 പറയുന്നത് ഏകദേശം ഒരേപോലെയാണ്. പക്ഷേ കൃത്യമായി നമ്മൾ ഈ 2 ടേമുകളുടെ ഉള്ളിലിറങ്ങി ഡീപ്പായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോതാലസും പ്രോട്ടോണിമയും മാറിപ്പോകും. ഒരു തർക്കമില്ല അതിനകത്ത്, അല്ലേ മക്കളെ? അതുപോലെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ പേര് പഠിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഹാർട്ടുമായി ബന്ധപ്പെട്ട ടേംസ് പഠിക്കുന്നു, കിഡ്നിയുമായി ബന്ധപ്പെട്ട ടേംസ് പഠിക്കുന്നു. PCT ആണോ DCT ആണോ ആദ്യം കാണപ്പെടുന്നത്? PCT, DCT മുതലായ ഷോർട്ട് ഫോമുകൾ നമ്മൾ പഠിക്കുന്നു. മാൾട്ട്, MALT, മാൾട്ട്, ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരം ടെർമിനോളജീസ് എന്ന് നമ്മൾ പറയും. ഇത്തരം ടെർമിനോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് പ്രോതാലസ്, പ്രോട്ടോണിമ. എപ്പോഴും കുട്ടികൾ പറയുന്നതാണ്, നമുക്ക് എപ്പോഴും മാറിപ്പോകുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് ഡീപ്പായിട്ട് ഇറങ്ങി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ബയോളജി ഒരു വില്ലൻ തന്നെയാണ്. നമ്മുടെ ഇത്തരം അശ്രദ്ധകൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലും കൊണ്ട് കളയുന്നത് ഏകദേശം 4 മാർക്കാണ്. ഒന്നാലോചിച്ച് നോക്കൂ, 2-3 ടേമുകൾ നമുക്ക് അറിയില്ലെങ്കിൽ പോലും 12-16 മാർക്ക് നമ്മളിൽ നിന്ന് പോയി. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫിസിക്സിലും കെമിസ്ട്രിയിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രയും സമയം ബയോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള നമ്മുടെ ഒരു ഇല്യൂഷൻ കാരണം നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയ വലിയ സ്കോറുകളാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഈ ഒരു ഇല്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യേണ്ട സബ്ജക്റ്റ് തന്നെയാണ്. നിങ്ങൾ ഫിസിക്സിനും കെമിസ്ട്രിക്ക് എത്ര സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിൻ്റെ ഏകദേശം ഇരട്ടി സമയം നിങ്ങൾ ബയോളജിക്ക് വേണ്ടി ചിലവാക്കണം. കാര്യം നീറ്റിൻ്റെ 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബയോളജിയാണ്. നിങ്ങളപ്പോൾ അത് വളരെ കുറഞ്ഞ സമയമെടുത്ത് 2-3 പ്രാവശ്യം NCERT വായിച്ച് തീർക്കേണ്ട ഒരു കാര്യമേ അല്ല ബയോളജി. ബയോളജിയുമായി ബന്ധപ്പെട്ട് അടുത്ത റിയലായിട്ട് വരുന്ന ഒരു സംഗതിയാണ് റാപ്പിഡായിട്ട് നമ്മൾ ഫൊർഗെറ്റ് ആവുക, മറന്നു പോവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ടെല്ലയുടെ റിപ്പീറ്റർ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 1-2 ചാപ്റ്ററുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 2ാമത്തെ ചാപ്റ്റർ പഠിച്ചു തുടങ്ങി, അതും പഠിച്ചു തീർന്നു. ഞാൻ ഉറപ്പിച്ച് പറയും, നിങ്ങൾ ആ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഏകദേശം ഒരു 30% കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും.
അത് സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് മക്കളെ. അല്ലാതെ നമുക്ക് സൂപ്പർ പവർ ഒന്നുമില്ല. നമുക്ക് എല്ലാ ചാപ്റ്ററുകളും പഠിച്ചു തീർന്നിട്ട് എല്ലാത്തിലും നമ്മൾ മാസ്റ്റർ ക്ലാസ്സിൽ കണ്ട എല്ലാ കണ്ടന്റും, NCERT വായിച്ച എല്ലാ കണ്ടന്റും, ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ഓരോ ക്വസ്റ്റ്യൻ്റെ ലോജിക്കും ഒന്നും നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ള സൂപ്പർ പവർ ഒന്നും നമുക്കില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്തില്ല, ഓരോ കൃത്യമായ ടേമുകളിൽ നമ്മൾ റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മറന്നുപോകും. ബയോളജിയെ സംബന്ധിച്ച് ഈ മറവി വളരെയധികം കൂടുതലാണ്. കാര്യം കെമിസ്ട്രി പോലെയോ ഫിസിക്സ് പോലെയോ ലോജിക്കൽ കണക്ഷൻസ് പലപ്പോഴും ബയോളജിക്ക് വരാറില്ല. ഓരോ ടേമുകളും പുതിയതാണ്, ഓരോ ഹെഡിങ്ങുകളും നമുക്ക് പുതിയതാണ്, ഓരോ ഡയഗ്രാംസും നമുക്ക് പുതിയതാണ്, ഓരോ വാക്കുകളും ഓരോ വേർഡുകളും ഓരോ ലൈനുകളും നമുക്ക് പുതിയതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യും തോറും പഴയ കാര്യങ്ങൾ നമ്മൾ മറന്നുകൊണ്ടേയിരിക്കും. അത് മറക്കരുത് എങ്കിൽ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് റിവൈസ് ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും 5 വീക്കുകൾ കൂടുമ്പോൾ നമുക്ക് ടെല്ലയ്ക്കാണെങ്കിൽ എന്തുണ്ട്, റിവിഷൻ വീക്ക് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അതുവരെ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ. അതുപോലെ ഓരോ സൺഡേസിലും നിങ്ങൾ എഴുതുന്ന മേജർ ടെസ്റ്റുകൾ എന്താണ്? അതുവരെ നിങ്ങൾ പഠിപ്പിച്ച പോർഷനിൽ നിന്നാണ് മേജർ ടെസ്റ്റ് നടത്തുന്നത്. അതെന്തിനാ? നമ്മൾ ഈ ഒരു റിവിഷൻ പാറ്റേൺ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റിവിഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടുള്ള ബയോളജി നമ്മൾ മറക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം 2025 നീറ്റിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത സമയത്ത് പല ആളുകളും ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ച് മാസമൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചൊരു ചോദ്യമാണ്, സാർ ഞങ്ങൾ പലപ്പോഴും ഇപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പല ടേമുകളും ഞങ്ങൾ പഠിച്ചതാണ്, പലതും ഞാൻ നല്ല ഡീപ്പായിട്ട് ഇറങ്ങി പഠിച്ചതാണ്, പക്ഷേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നു. എന്താ കാര്യം? അതിലെ പല കണ്ടന്റുകളും നമ്മൾ മറന്നുപോയി. പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്തില്ല? റിവിഷൻ ഫോളോ ചെയ്തില്ല, റിവിഷൻ ടൈം ടേബിളുകൾ നമ്മൾ ഫോളോ ചെയ്തില്ല. അപ്പോൾ അന്ന് സംഭവിച്ച നമുക്കുണ്ടായ ആ തെറ്റ് ഇനി നമ്മൾ ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ അന്ന് നമുക്കുണ്ടായ തെറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടി ബയോളജിയുടെ ക്വസ്റ്റ്യനിൽ 2025 ബയോളജിയുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മളെ പിന്നിലേക്ക് വലിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, നമുക്കൊന്ന് നോക്കാം. ബയോളജിയിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമുക്ക് പ്രശ്നക്കാരനായത്? നിങ്ങൾ തന്നെ നോക്കുക. കഴിഞ്ഞ വർഷത്തെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഏകദേശം 50% ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റൽ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ്, അസേർഷൻ, റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏകദേശം 50% ഉണ്ടായിരുന്നു. അതിൽ തന്നെ ബാക്കി വന്നത് സ്റ്റേറ്റ്മെൻറ്റോ അസേർഷൻ. നമുക്കറിയാം ബയോളജിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റൽ ടൈപ്പ് ക്വസ്റ്റ്യനും മറ്റൊന്ന് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനും. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോഴും ഏകദേശം ഒരു ചോദ്യത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്, നീളം, അതായത് ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 5 മുതൽ 6 വരെ ലൈനുകൾ ഉണ്ടായിരുന്നു ഓരോ ക്വസ്റ്റ്യൻസും. സാറ് തന്നെ, ഞാൻ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനാലിസിസ് ചെയ്ത സമയത്ത് ഏകദേശം എനിക്ക് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് തീരാൻ ഏതാണ്ട് 45-50 സെക്കൻഡോളം ക്വസ്റ്റ്യൻ വായിച്ച് തീരാൻ മാത്രം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ സമയത്തിൻ്റെ, നമ്മളുടെ ടൈം മാനേജ്മെൻറ്റിൻ്റെ പകുതിയിലധികവും വേസ്റ്റ് ആവാൻ ഇത് കാരണമായി. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും പല റീസൺസ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതായിരുന്നു. റീസൺ റിയൽ ആണ്, ശരിയാണ്, പക്ഷേ പലപ്പോഴും ആ റീസൺ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഈ റീസൺ ഇത് തന്നെയാണോ ഇനി റീസൺ വരിക, ഇങ്ങനെ നമുക്ക് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റൽ ടൈപ്പും ഇതുപോലെ തന്നെ കൺഫ്യൂസിങ് ആയിട്ടുള്ള, പലപ്പോഴും നമുക്ക് ട്രൂത്ത് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തരും. ബയോളജിയെ സംബന്ധിച്ച് നമ്മൾ ട്രാപ്പിലാക്കുന്ന ഒരു ട്രാപ്പാണിത്. ബയോളജിയെ സംബന്ധിച്ച് നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് തന്നെ ആയിരിക്കും, ശരി തന്നെ ആയിരിക്കും, പക്ഷേ അത് നമ്മളെ സംബന്ധിച്ച് റെലവൻ്റ് ആയിരിക്കത്തില്ല. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങോട്ട് സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനെ പരാമർശമോ നടത്തിയിട്ടുണ്ടാകത്തില്ല. പക്ഷേ ഒരുപാട് കൂടുതൽ പഠിക്കുന്ന ആളുകൾ പലപ്പോഴും ഇതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞു വെച്ചേക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ വിചാരിക്കും അത് ശരിയല്ലേ, അങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ശരിയല്ലേ, അന്ന് സാറ് പഠിപ്പിച്ച് വെച്ച് നോക്കുമ്പോൾ ശരിയല്ലേ. അതുകൊണ്ടാണ് മക്കളെ പലപ്പോഴും ടെല്ലയുടെ ലെക്ചേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ NCERT സ്റ്റിക്ക് ഓൺ ചെയ്ത് മാത്രമേ പോവുള്ളൂ. വെളിയിൽ നിന്നുള്ള കാര്യങ്ങൾ അമിതമായി നമ്മൾ പറയാറില്ല. പറയുമ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം, നമ്മളിങ്ങനെ ലോജിക്കൽ കണക്ഷൻ ചിന്തിച്ചെടുക്കാൻ ശ്രമിക്കും. സാർ അന്ന് അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞായിരുന്നല്ലോ, അതും ഇതുമായിട്ട് ബന്ധമില്ലേ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകത്തില്ലേ. പക്ഷേ NCERT ബേസ് ചെയ്ത് നോക്കുമ്പോൾ അത് റെലവൻ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചില അബദ്ധങ്ങൾ നമ്മൾ കാണിക്കാറുണ്ട്. ഇത് നമുക്ക് നീറ്റ് 2025 ഒരു പണി തന്നു, ഉറപ്പാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വേർഡ് ബൈ വേർഡ് നോക്കുമ്പോൾ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ കുഴപ്പിച്ചു. അതേപോലെ ഏകദേശം 50% ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന അസേർഷൻ റീസൺ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പും ചോദിച്ചത് നമ്മളെ കുഴപ്പിച്ചു. അതുപോലെ ഇപ്പോൾ ബയോമോളിക്യൂൾ പോലുള്ള ചില ചാപ്റ്റേഴ്സ്, കെമിസ്ട്രിയുമായിട്ട് ലിങ്കിങ് ഉള്ള ബയോമോളിക്യൂൾ പോലുള്ള ചില ചാപ്റ്റേഴ്സ് നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു. നമുക്ക് എല്ലാ വർഷങ്ങളിലും ഇവിടുന്നാണെന്നെങ്കിൽ വളരെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ പറയുന്ന ബയോമോളിക്യൂൾ. പക്ഷേ അവിടെ നിന്നും ഇപ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പല ഓപ്ഷൻസ് നമ്മളെ ട്രിക്കിയാക്കി. അതായത് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ശരിയാകില്ലേ എന്നുള്ള രീതിയിൽ. എന്ന് മാത്രമല്ല ആ ഓപ്ഷനിൽ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്താണ്, എയും ബിയും ശരിയാണ്, അല്ലെങ്കിൽ സിയും ഡിയും ശരിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒന്നിലധികം ഓപ്ഷനുകൾ ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇല്യൂഷൻ ഉണ്ടാക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് പലതും ഉണ്ടായിരുന്നു. ഇതും നമുക്ക് നീറ്റ് 2025 നമുക്കൊരു തിരിച്ചടിയായിട്ട് മാറി.
അപ്പോൾ ഈ വർഷത്തെ നീറ്റ് എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ആളുകളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് മെത്തേഡാണ് ഫോളോ ചെയ്തത് എന്ന് നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ NCERT ടെക്സ്റ്റ് ബുക്ക് ഏകദേശം മിനിമം 10 പ്രാവശ്യമെങ്കിലും വായിക്കുന്നുണ്ടായിരുന്നു. ഓരോ റിവിഷൻ വീക്കുകൾ വരുമ്പോഴും ഓരോ റിവിഷൻ ടൈമുകൾ വരുമ്പോഴും അവർ NCERT ഏകദേശം 10 പ്രാവശ്യത്തിൽ കുറയാതെ വായിക്കുന്നുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCERTയിലെ ഓരോ ലൈനുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ബയോളജിയെ സംബന്ധിച്ച് NCERT ഈസ് ദ ബൈബിൾ. NCERT ബൈബിളാണ്. നമ്മൾ ബൈബിൾ വായിക്കുന്നത് സ്കിപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല. ക്രിസ്ത്യൻസിനൊക്കെ അറിയാം, നമ്മളെപ്പോഴും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതേ വിശുദ്ധിയിൽ നമ്മൾ കാണേണ്ട ഒരു സാധനമാണ് ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക്. ഒരു മിനിമം നമ്മളൊരു 10 പ്രാവശ്യമെങ്കിലും ഒരു ടേമിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കണം, ഓരോ പ്രാവശ്യം നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴും. അതുപോലെ ഒരു സിംഗിൾ ചാപ്റ്ററിൽ നിന്ന് മക്കളെ ഒരു 5000-ലധികം MCQs അവർ ചെയ്തു നോക്കിയിരുന്നു. ഇപ്രാവശ്യം നീറ്റ് ടോപ്പേഴ്സ് ആയിട്ടുള്ള ആരോട് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഏകദേശം ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഓരോ എക്സാംസിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, DPP ക്വസ്റ്റ്യൻസ്, മൈനർ ടെസ്റ്റ്, മേജർ ടെസ്റ്റ്, അതേപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകൾ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ചാപ്റ്ററിൽ നിന്ന് 5000-ലധികം ക്വസ്റ്റ്യൻസ് അവർ ചെയ്തിരുന്നു. അസേർഷൻ റീസൺ നമ്മളെ കുഴപ്പിക്കുന്ന ഏറ്റവും അപകടകാരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനും ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ 100 എണ്ണമെങ്കിലും ചെയ്ത് നോക്കിയേ പറ്റൂ. 100 അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ പറ്റൂ. എന്തിനാണെന്ന് ചോദിച്ചാൽ ഓരോ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആ റീസണും അസേർഷനും തമ്മിലുള്ള ഒരു ലോജിക്കൽ കണക്ഷൻ പിടികിട്ടും. ഈ ലോജിക്കൽ കണക്ഷനാണ് നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് അസർഷൻ ശരിയാണോ റീസൺ ഇത് നോക്കാനുള്ള കഴിവല്ല, പകരം ഇത് തമ്മിലുള്ള ഒരു ലോജിക്കൽ കണക്ഷൻ കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മളൊരു ചാപ്റ്ററിൽ നിന്ന് ഏകദേശം ഒരു 100 ചോദ്യങ്ങൾ അസർഷൻ റീസൺ ടൈപ്പ് ചെയ്താൽ ഞാൻ 100% നിങ്ങളോട് പറയും, നിങ്ങൾക്ക് അസർഷൻ റീസൺ പിന്നെ വന്നാൽ ആ ലോജിക്കൽ കണക്ഷൻ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കും. ആ ക്വസ്റ്റനിൽ നിങ്ങൾ നിമിഷ നേരം കൊണ്ട് 2-3 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ലോജിക്കൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്നും 100-ലധികം 100 എണ്ണമെങ്കിലും മിനിമം 100 അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണം. അപ്പോൾ 5000-ലധികം MCQ ക്വസ്റ്റ്യൻസ്, 10 തവണ നമ്മുടെ NCERT വായന, അതുപോലെ തന്നെ അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ മിനിമം 100 എണ്ണം. ഇത്രയും നമ്മൾ ചെയ്തിരിക്കണം മക്കളെ. ഇനി നമുക്ക് സാധാരണ നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ, നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ, പൊതുവായി നമ്മൾ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. ഒന്ന്, ഡയഗ്രാം ഇഗ്നോർ ചെയ്യുക. ഡയഗ്രാംസ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. നമ്മൾ മാസ്റ്റർ ക്ലാസ്സിൽ ഡയഗ്രാം കണ്ടു, ജസ്റ്റ് നോക്കി, ഓക്കെ മനസ്സിലായി ഡയഗ്രാം, ഇത്രയും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തണം. പക്ഷേ അത് കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് എവിടെ വരണം? 2024 എല്ലാവരും തെറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താ? നമ്മുടെ ഒരു മോണോകോട്ട് എംബ്രിയോയുടെ സ്ട്രക്ചർ തന്നിട്ട് റൂട്ട് ക്യാപ്പും കോളിയോ റൈസയും അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. കോളിയോ റൈസയാണോ പുറത്തുള്ളത് അതോ റൂട്ട് ക്യാപ്പാണോ പുറത്തുള്ളത്? പലരും കൺഫ്യൂസ് ചെയ്ത ഒരു സാധനമാണ്. എന്താ കാര്യം? നമ്മൾ ഡയഗ്രത്തിൽ ഒറ്റ നോട്ടത്തിൽ ഓക്കെ കോളിയോ റൈസ ഉണ്ട്, റൂട്ട് ക്യാപ്പ് ഉണ്ട്, പക്ഷെ റൂട്ട് ക്യാപ്പാണോ ഉള്ളിലിരിക്കുന്നത്, കോളിയോ റൈസയാണോ ഉള്ളിലിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ABCD എന്ന് പറഞ്ഞു തന്നാൽ C ആണോ അകത്ത്, D ആണോ അകത്ത് നമുക്കറിയില്ല. പലപ്പോഴും നമുക്കിത് എന്ത് ചെയ്തു? അത് ഓപ്ഷനിലും അങ്ങനെ ട്രിക്കി ആയിട്ട് തന്നെ വന്നു. സിയും ഡിയും തിരിച്ചു മറിച്ചും ചോദിച്ചു. C റൂട്ട് ക്യാപ്പ് ആൻഡ് D കോളിയോ റൈസ. അതുപോലെ വീണ്ടും തിരിച്ച് C കോളിയോ റൈസ, D റൂട്ട് ക്യാപ്പ്. ഇങ്ങനെ ചോദിച്ചു, നിങ്ങളത് തെറ്റിച്ചു, പലരും തെറ്റിച്ചു. എന്താ കാര്യം? ഡയഗ്രത്തിൽ നിങ്ങൾ ഡീപ്പായിട്ട് പോയില്ല. അപ്പം ഡയഗ്രം പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. രണ്ടാണ് NCERTയുടെ ഫുട് നോട്ടുകൾ. NCERT നിങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല. പലപ്പോഴും നമ്മുടെ മാസ്റ്റർ ക്ലാസ്, സ്റ്റെല്ലയുടെ മാസ്റ്റർ ക്ലാസ് നിങ്ങൾക്ക് അറിയാം, ഓരോന്നിൻ്റെയും കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചതിന് ശേഷം തിരികെ നേരെ NCERTയിലോട്ട് പോകും. NCERT നമ്മൾ ഒരുമിച്ചിരുന്ന് വായിക്കും. ലൈവിലും നമ്മൾ NCERT ഒരുമിച്ചിരുന്ന് വായിക്കും. പലപ്പോഴും NCERTയിൽ ആഡ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും, ഹൈലൈറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. പലപ്പോഴും ഈ ഹൈലൈറ്റും ഈ ഒരു ഫുട് നോട്ടുകളും എഴുതാൻ നമ്മൾ പലപ്പോഴും മടി കാണിക്കും, അല്ലേ? NCERTയിൽ ഇത് എഴുതി സൂക്ഷിക്കാനും ഹൈലൈറ്റ് ചെയ്യാനും ഒക്കെ പലപ്പോഴും നമ്മൾ മടി കാണിക്കും. ഇത് കോമൺ ആയിട്ട് എല്ലാ കുട്ടികളും വരുത്തുന്ന മിസ്റ്റേക്കാണ്. ഇനി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പലപ്പോഴും നമ്മൾ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. പ്രീവിയസ് ഇയറിൽ അങ്ങനെയല്ലേ ചോദിച്ചത്, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ലേ വരാൻ സാധ്യത. ഈ ഒരു രീതിയിൽ നമ്മൾ PYQയിൽ പലപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. ചെയ്യരുത്, ഒരിക്കലും ചെയ്തുകൂടാത്തൊരു കാര്യമാണ്. പുതിയ സ്റ്റൈലിലുള്ള ചോദ്യങ്ങൾ, പുതിയ മോക്ക് ടെസ്റ്റിൻ്റെ സ്റ്റൈലുകൾ നമ്മൾ ഒരിക്കലും പരിചയപ്പെടാൻ വേണ്ടി നിൽക്കത്തില്ല. ചിലപ്പോൾ നമ്മളൊരു വലിയ തടിയൻ ഗൈഡൊക്കെ മേടിക്കും, അല്ലേ? ബൾക്കി ആയിട്ടുള്ള ഒരു ഗൈഡൊക്കെ വാങ്ങിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യും. ചിലപ്പോൾ നമ്മൾ 2000 തൊട്ടൊക്കെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാമായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കാര്യമില്ല. നമുക്ക് ഒന്നാമത് പഴയ സിലബസിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമുക്കിപ്പോൾ ഇല്ല. ഒരുപാട് പഴയ സിലബസിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. രണ്ട്, നമ്മൾ പുതിയ സ്റ്റൈലിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ്റെ കൂടെ ഉൾപ്പെടുത്തിയേ പറ്റും. നിങ്ങൾ ടെല്ലയുടെ പല മോക്ക് ടെസ്റ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം,
കാര്യം നമ്മൾ സ്റ്റേറ്റ്മെന്റൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ എണ്ണം കൂട്ടി. എന്താ കാര്യം? നമ്മൾ ഇത്തവണ നമുക്കൊരു ലെസൺ നമുക്ക് പഠിക്കാൻ പറ്റി. കാര്യം ബയോളജി പലപ്പോഴും ടൈം കൺസ്യൂം ചെയ്ത് നമ്മളെ കഷ്ടപ്പെടുത്തി. ഈ പ്രാവശ്യം ആ കഷ്ടപ്പാടിന് നമുക്ക് ഉണ്ടാവരുത്. പ്രാക്ടീസിലൂടെ നമ്മൾ സ്റ്റേറ്റ്മെന്റൽ ടൈപ്പിനെയും അസർഷൻ റീസൺ ടൈപ്പിനെയും 30 സെക്കൻഡ് കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് എന്തിൻ്റെ എണ്ണം കൂട്ടിയിരിക്കുന്നത്, സ്റ്റേറ്റ്മെന്റൽ ടൈപ്പിൻ്റെ അസർഷൻ റീസണിൻ്റെ എണ്ണം കൂട്ടിയിരിക്കുന്നത്. ഏകദേശം 70% ചോദ്യങ്ങൾ നമ്മൾ ആ ഒരു തരത്തിലേക്ക് കൺവേർട്ട് ആക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടതാണ്. പുതിയ സ്റ്റൈലിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. PYQയിൽ മാത്രം നിൽക്കരുത്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ ഇത്തരം മിസ്റ്റേക്കുകൾ പരിഹരിച്ച് സാറി പറഞ്ഞതുപോലെ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് 5000-ലധികം ചോദ്യങ്ങളും ചെയ്ത് ഒരു 100 അസർഷൻ റീസൺ, ഞാൻ ഈ വർഷം മുഴുവനുള്ള കാര്യമാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, അല്ലാതെ ഒരിക്കലും ഒരു ചാപ്റ്റർ പഠിച്ചു തീർന്നിട്ട് 5000 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാൻ സാർ പറയത്തില്ല. ഈ ഒരു വർഷം നിങ്ങൾ തീരുമ്പോൾ മേജർ ടെസ്റ്റും മൈനർ ടെസ്റ്റും DPPസും അതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ ആയിട്ട് ലൈവ് സെഷൻസും ഒക്കെ ആയിട്ട് നിങ്ങളൊരു 5000 ചോദ്യങ്ങൾ മിനിമം ഒരു ചാപ്റ്ററിൽ നിന്ന് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾ ചെയ്യുകയാണ്. സാർ ഈ പറഞ്ഞ നമ്പർ ഇട്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ. ഒരു ചാപ്റ്ററിൽ നിന്ന് 5000-ലധികം ക്വസ്റ്റ്യൻസ്, 100-ലധികം അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, 10 പ്രാവശ്യത്തെ NCERT വായന, ഓരോ റിവിഷനിലും നിങ്ങൾ 10 പ്രാവശ്യത്തെ NCERT വായന, പുതിയ സ്റ്റൈലിലുള്ള ചോദ്യങ്ങളുടെ പ്രാക്ടീസ്, ഇത്രയും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ 100% ഉറപ്പിച്ചോളൂ, നിങ്ങൾ 360 മാർക്കിന് 360 മാർക്കും നീറ്റ് 2026 സ്കോർ ചെയ്യും. ഇതിൽ നിങ്ങൾ ഒരിക്കലും താഴേക്ക് പോരുത്. സാറിൻ്റെ ഈ വാക്കുകൾ ഇവിടെ വെച്ച് കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും മറന്നു കളയരുത്. ഈ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എത്രമാത്രം വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം വർക്ക് ചെയ്യുക. നീറ്റ് 2026 മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഞാനുണ്ടാവും. നിങ്ങൾക്ക് ഏത് സമയത്ത് എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് ചോദിക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ ഏത് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്, അത് A1 ആവട്ടെ, A2 ആവട്ടെ, B1 ആവട്ടെ, B2, ഏത് ബാച്ചിലെ സ്റ്റുഡൻറ്റും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എൻ്റെ പേഴ്സണൽ നമ്പറിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ആപ്പിൻ്റെ ആക്സസ് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസബിൾ ആണ്. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. നിങ്ങൾക്കൊരു 1 അവറിനകം നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ കിട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടെലയിലെ ഓരോ സ്റ്റുഡൻസിനും അറിയാം, നമ്മൾ ഡൗട്ട് ഡിസ്കഷൻ്റെ കാര്യത്തിൽ 100% എഫിഷ്യൻ്റ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് എന്ത് ഡൗട്ട് വേണം, എന്ത് കൺസെപ്റ്റ് വേണം, എന്തിൻ്റെ വീഡിയോ വേണം, ഏത് ചാപ്റ്ററിൻ്റെ ലൈവ് വേണോ നിങ്ങൾ വന്ന് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കിട്ടിയിരിക്കും. അപ്പോൾ കട്ട സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക. നമുക്ക് ഒരുമിച്ച് നീറ്റ് 2026 ഒരു 360 എന്ന ലക്ഷ്യത്തിലോട്ട്, ബയോളജിക്ക് 360 എന്ന് പറയുന്ന ലക്ഷ്യത്തിലോട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ തൊട്ടടുത്ത നമുക്കൊരു മാസ്റ്റർ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ലൈവ് സെഷനിൽ നമുക്ക് കാണാം. ബൈ.